ആയിട്ട് വെടിക്കെട്ട് കാണാൻ പോവാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നേ ട്രാഫിക്, ബ്രിഡ്ജ്, ബഹ്റൈൻ ബേ. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പ്രയാസം മോനെ ഗ്യാപ്പുള്ള സമയത്ത് നിങ്ങൾ വേഗം പോയിക്കൂടി. ഉറുമ്പ് പോലും ഇതിൽ വേഗതയിൽ പോകുന്നു തോന്നുന്നു. അങ്ങനെ സ്ലോയിലാണ് പോണത്. നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാണാൻ കഴിയുന്നു. പക്ഷെ ആഗ്രഹിച്ചതായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ബ്രിഡ്ജിലെത്തി. ഇനി ട്രാഫിക് കഴിയണം. നമ്മള് പോണേന് കാണാൻ വൈകിട്ടില്ലടാ. കണ്ടോ 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 കണ്ടില്ല നിങ്ങൾ? ബ്ലോക്ക്, ഇതാണ് ബ്ലോക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ ഇവിടെ ഉള്ളൊന്നും ബ്ലോക്ക് അല്ലേന്ന്. പക്ഷേ ഈ ബ്ലോക്ക് തീരണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. ഇതാണ് ബഹ്റൈൻ്റെ ഹൃദയഭാഗം. അപ്പോൾ വെടിക്കെട്ട് കാണാൻ വന്നിട്ട് വെടിക്കെട്ടൊക്കെ കാണൂല. നമുക്ക് നാട്ടിലത്തെ ഒരു 10,000 രൂപ ഫൈൻ കിട്ടാനുള്ള വകുപ്പാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ മക്കളായിട്ട് മുന്നിലിരിക്കാൻ പറ്റില്ല പാരൻസിന്. അങ്ങനെ ബ്രിഡ്ജിൽ നമ്മൾ ബ്ലോക്കായി നിന്ന് സ്റ്റക്കായ സമയത്താണ് ഇതാ പ്രതീക്ഷിക്കാതെ തലങ്ങുന്നും വിലങ്ങുന്നും പൊട്ടൽ കേൾക്കുന്നത്. ഒരു പോയിൻ്റ് ഓഫ് വ്യൂ മാത്രം ലക്ഷ്യം വെച്ച് ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇവിടെ നിന്ന് ഇപ്പോൾ എങ്ങോട്ടാണ് തിരിയേണ്ടതെന്നുള്ളത് കൺഫ്യൂഷനായിരുന്നു. 5-6 സെക്ഷനിലായിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ബ്രിഡ്ജിൻ്റെ ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റി. മാഷാ അല്ലാ, അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞ അനുഭവം വെച്ചിട്ട് പറയാണ്. ഇത് നമ്മൾ ഫോണിലൂടെയോ ടി വിയിലൂടെയോ മാത്രം കണ്ടാൽ പോരാ. നിങ്ങൾക്കിത് എവിടെയെങ്കിലും പോയി കാണാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ അവിടെ പോയി കാണണം. വെടിക്കെട്ട് ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ പ്രത്യേകിച്ച്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വിഷമങ്ങളൊക്കെ ഈ വെടിക്കെട്ട് ഇത് കാണുന്നതോട് കൂടിയിട്ട് പല കളറുകളും പല അടിപൊളിയായിരുന്നു. ആ കാഴ്ചയിൽ തന്നെ നമ്മൾ മനസ്സിനെ നമ്മൾ മറന്നുപോയി നമ്മൾ സന്തോഷിക്കുന്നൊരു ടൈമാണ്, ഒരു നിമിഷമാണിത്. കാരണം ഞാൻ പറയാൻ കാരണം എൻ്റെ ഇപ്പോഴത്തെ ഒരു ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് മോനും കാണണമെന്ന് മുമ്പേ പറഞ്ഞ് വെച്ചതുകൊണ്ട് മാത്രമാണ് ജാബുവിനെ ഞങ്ങൾ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് ഒരിക്കലും വരില്ല. ആ വന്നതിൽ കണ്ടു ജാബു അത്രയും വിഷമിച്ചിട്ട് നിൽക്കുന്നൊരു സമയമാണ്. ഒരു 75-80% ജാബു ഇത് കണ്ടതോട് കൂടിയിട്ട് തന്നെ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് എന്താണ്, ആദ്യമായിട്ടാണ് ജാബു ഇത് കാണുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം മുഖത്തും എല്ലാം ഉണ്ടായിരുന്നു. മോനും ഹാപ്പിയായിരുന്നു. ഈ പുതുവർഷത്തിൽ ആഗ്രഹിച്ച കാര്യം ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ നടക്കില്ല എന്ന് വിചാരിച്ച് മടങ്ങണമല്ലോ എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾക്കിതാ ഇപ്പോൾ ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു എന്ന് പറഞ്ഞതുപോലെ 5 പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ തുടക്കം തന്നെ ഞങ്ങൾക്കൊരു മെസ്സേജ് തന്നുകൊണ്ടാണ് ഈ പുതുവർഷം ഞങ്ങളിലേക്ക് വന്നത്. ജീവിതത്തിൽ മുന്നോട്ട് ഒരു തളർച്ച വന്നാൽ സ്റ്റക്കാവാതെ മുന്നോട്ട് പോകണം ഒരു കാഴ്ചയാണ് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളും ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന് മുന്നോട്ട് തന്നെ പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക. പുതുവർഷത്തിൽ നല്ല 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 കാര്യങ്ങൾ എല്ലാവർക്കും നടക്കട്ടെ. അപ്പോൾ ബഹ്റൈനിൽ ആകെ 8 സ്ഥലത്താണ് വെടിക്കെട്ടുള്ളത്. ഇതിൽ 5 പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഇപ്പോൾ ഈ ബ്രിഡ്ജിൽ നിന്നിട്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഡബിൾ ഹാപ്പി ആയിട്ടോ ഞങ്ങൾ. റൂമിലേക്ക് പോകുമ്പോഴും റൂമിൽ നിന്നും ഒക്കെ ഇതന്നെയായിരുന്നു സംസാരം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ട്. അത് ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിൻ്റെ ഞങ്ങളുടെ വോയിസ് കേട്ടാൽ അറിയാം. അതുപോലെ ഡിസംബർ 16-17 നാഷണൽ ഡേ ഇവിടെ വന്നപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല. സ്ഥിരം എല്ലാ വർഷവും ഇത് കാണുന്നവർക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. പക്ഷെ അല്ലാത്തവർക്ക് എന്തായാലും കാണണം. അവർക്ക് വേണ്ടിയിട്ട്, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അതാണ് ഇത്രയും ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു. അതിൻ്റെ 5 മിനിറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറുവാണ്. അപ്പോൾ എനിക്കും വണ്ടിക്കാൻ വന്നു. ഈ ഒരു വർഷം എല്ലാവർക്കും എൻ്റെ ഈ പുതുവർഷം തുടങ്ങിയത് സന്തോഷത്തോടു കൂടിയാണ്. ഇത് സന്തോഷത്തോടു കൂടി തന്നെ അവസാനിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. ഒരുപാട് എല്ലാവർക്കും സങ്കടത്തോടു കൂടി അവസാനിച്ചൊരു കൊല്ലായിരുന്നു. കൂടപ്പുറപ്പായിരുന്നു പോയി. ഇന്ന് മയ്യത്ത് കഴിഞ്ഞു. ഒരുമിച്ച് കഴിഞ്ഞ ഈ കൊല്ലം ഈ വണ്ടിയിൽ ഞാനും ഒരുമിച്ചുണ്ടായിരുന്നു. കഴിഞ്ഞ ഈ ഒരു ദിവസം ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഈ ദിവസം സങ്കടമുണ്ട്. നിങ്ങൾ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? അല്ല, ഞാൻ ഹാപ്പി ന്യൂ ഇയർ ആണ്. വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു മാഷാ അല്ലാ. പക്ഷേ ഈ ട്രാഫിക് ഉണ്ടല്ലോ, ഞങ്ങൾ റൂമിലെത്തിയത് 1:49 കറക്റ്റ് ടൈം. ആകെ 20 മിനിറ്റ് റൂമിലോട്ട് പോകാനുള്ളൂ. അപ്പോൾ റൂമിലെത്തുമ്പോഴത്തേക്കും കുഞ്ഞ് ഭയങ്കരമായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉറക്കമൊക്കെ വന്നിട്ട്. അപ്പോൾ അവനെ ഉറക്കിയിട്ടാണ് ഞാൻ ഇത് എഡിറ്റൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ന്യൂ ഇയർ സന്തോഷത്തിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് അതിനനുസരിച്ച് വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ.